ഒരു 10-16 വർഷം എറണാകുളത്ത് തന്നെയായിരുന്നു. 16 വർഷം. എറണാകുളത്ത് തന്നെയായിരുന്നു. പല ഹോട്ടലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ലേമത്തിനടക്കം അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ ഗെറ്റർ ലൈഫാണ്. ഇപ്പൊ ഷെഫ് കോട്ട് ഇട്ട് ആ ക്യാപ്പ് ഇട്ട് ടൈ ഇട്ട് കിച്ചണിൽ കയറി കഴിഞ്ഞാൽ വേറെ ലോകം. ഇപ്പൊ കിച്ചൺ ഇപ്പൊ നിങ്ങൾ കാണുന്ന പോലെ, ഇപ്പൊ പരസ്യത്തിൽ കാണുന്ന പോലെ, TV കാണുന്ന പോലെ സവാള, ക്യാപ്സിക്കം, ടൊമാറ്റോ കട്ട് ചെയ്യുന്നു, ഷെഫ് കിച്ച് സംസാരിക്കുന്നു, ഇന്റർവ്യൂ എടുക്കുന്നു. അതൊരു പരസ്യമാണ്. പക്ഷെ അതിനകത്തൊരു പൊളിറ്റിക്സ് ഉണ്ട്. കിച്ചൺ എന്ന് പറഞ്ഞാൽ ഷെഫ് കോട്ട് ഇട്ട കുറെ പൊളിറ്റിക്സ് ഉണ്ട് അതിനകത്ത്, ഒരു ഡെർട്ടി പൊളിറ്റിക്സ് ഉണ്ട് അതിനകത്ത്. അത് ഒരിക്കലും പറയാൻ പറ്റില്ല. രുക്മണി സുരേഷ്. വീട്ടുപേര് ശാകുന്തളം. അച്ഛന് കൃഷ്ണൻകുട്ടി, അമ്മ ശകുന്തള. സഹോദരങ്ങള് സുധീഷ്, സുഭാഷ്. ഭാര്യ പ്രജിഷ. ഊട്ടി പ്രൊവിഡൻസ് കോളേജില് ജോലി ചെയ്യുന്നു. മകൻ ഋഷികേഷ്, 2.5 വയസ്സ്. സുരേഷ് കൃഷ്ണൻകുട്ടി എന്നാണ് യഥാർത്ഥത്തില് പേര്. തൂലിക നാമമാണ് രുക്മണി സുരേഷ്. രുക്മണി സുരേഷിലെ രുക്മണി അമ്മൂമ്മയാണ്. അമ്മയുടെ അമ്മ. 2007 എറണാകുളത്ത് ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് കഴിഞ്ഞ് 17 വർഷം കൊച്ചിന്, ചെന്നൈ, ബാംഗ്ലൂര്, തേക്കടി, ദുബായ് എന്നിവിടങ്ങളില് പേസ്ട്രി ഷെഫായി ജോലി ചെയ്തിട്ടുണ്ട്. ശേഷം 2020 നാട്ടില് കൊക്കോട്ടി ഗലേറിയ എന്ന സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു. ഹെൽത്തി കുക്കീസ് തുടങ്ങി ഹെൽത്തി പ്രോഡക്റ്റാണ് പ്രധാനമായും പ്രൊമോട്ട് ചെയ്യുന്നത്. ഈ കഴിഞ്ഞ വായനാദിനത്തിന് ഷോപ്പില് സൂക്ഷിച്ചിട്ടുള്ള 1982 കേരളത്തിൽ ആദ്യമായി ടിവിയെത്തിയ വാർത്ത, ഇന്ദിരാഗാന്ധിയുടെ മരണം തുടങ്ങി ഇവിടം വരെയുള്ള കുറച്ചു വാർത്തകളുടെ ശേഖരമുണ്ട്. 24 ന്യൂസ് ചാനല്, ജനം TV, മലയാള മനോരമ പത്രം, ക്ലബ് FM, റേഡിയോ എന്നിവയിൽ രുക്മണി സുരേഷിനെക്കുറിച്ച് ഫീച്ചറുകൾ വന്നിരുന്നു. ചെറുപ്പത്തിൽ തന്നെ സുരേഷ് കൃഷ്ണൻകുട്ടിക്ക് വായനാശീലം ഉണ്ടായിരുന്നു. എഴുതാൻ ആദ്യ പ്രചോദനം തന്നത് കൂട്ടുകാരൻ ആൽബിൻ വർഗീസ് ആണ്. ഇപ്പോൾ തമിഴ്നാട് ഊട്ടിയിലെ കോക്കോട്ടി എന്ന സ്ഥാപനം നടത്തുന്നു. അറിയുന്നുണ്ടോ? മൂന്നാളും ഫ്രെയിമിൽ വരുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് വിശ്വാസം എന്ന് പറയുമ്പോ കൊക്കോട്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം 2.5 മാസമായി. നന്നായിട്ട് പോകുന്നു. തുടക്കം പാലക്കാടായിരുന്നല്ലോ, ചുറ്റും നാട്ടുകളിലായിരുന്നു. അവിടെ ഫെയിലായി. പിന്നെ ഒരു കൂട്ടുകാരൻ്റെ ഇതിൽ പോയി കൊല്ലത്ത് പോയി പരീക്ഷ എഴുതി തോറ്റോ? അതെ. പിന്നെ കൊല്ലത്ത് പോയി. പിന്നെ അവിടെ പകുതിയായി. കാരണം പകുതി മെഷീൻ എടുത്തിട്ട് ബാക്കി അവിടെ ഷോപ്പിൽ പോയുണ്ട്. ഫ്രണ്ടിൽ ഒരു കൂട്ടുകാരനെ ഏൽപ്പിച്ചു. അത് ഇവിടെ തുടങ്ങിയിട്ട് അങ്ങനെ പോകുന്നു. കൊക്കോട്ടി സത്യത്തിൽ കൊക്കോട്ടി ഗലേറിയ ആണ് ഷോപ്പിൽ പേര്. പക്ഷെ വലിയ ഫ്രഞ്ച് പേരാണത്. ആക്ച്വലി ആ വലിയ പേരായതുകൊണ്ട് ചുരുക്കി കൊക്കോട്ടി മാത്രമാക്കി. ജസ്റ്റ് കൊക്കോട്ടി, COCT മാത്രമാക്കി. അത് കൊക്കോട്ടി എന്ന് പറഞ്ഞാൽ ഫ്രഞ്ചിൽ കോക്കനട്ടാണ്, തേങ്ങ എന്നാണ് അർത്ഥം, നാളികേരം എന്നാണ് അർത്ഥം. ഇപ്പൊ നമുക്ക് ആ പേര് വെച്ച് ഈസി ആയിട്ട് പ്രൊണൗൺസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അത് ഉപയോഗിച്ചു, അത്രേ ഉള്ളൂ. നാളികേരത്തിന്റെ നാട്ടിൽ തീർച്ചയായും. ഇപ്പൊ ഊട്ടിയാണത്. ഇപ്പൊ അങ്ങനെ പറയാം, കൊക്കോട്ടി ഊട്ടി. അപ്പൊ OOT ഉണ്ടല്ലോ, അത് കമ്പയർ ചെയ്യാൻ പറ്റും. അതെ, പിന്നീട് അത് കമ്പയർ ആയി. അതെ, കമ്പയർ. ഇതിൽ ആദ്യം ഇട്ടാണ്. ഇതിപ്പോ അങ്ങനെ ഊട്ടി പ്ലാൻ ചെയ്തല്ല, കൊക്കോട്ടി ഇട്ടപ്പോ അങ്ങനെ ആയിപ്പോയാണത്. അതെ, ഊട്ടി അല്ലെങ്കിൽ ചട്ടി ഊട്ടി അല്ലെങ്കിൽ ചട്ടി. കൊക്കോട്ടി ഗലേറിയ നല്ല പേരായിരുന്നു. അത് ഞാൻ കുറച്ച് വലുതായി ചിന്തിച്ചു. അതൊക്കെ വലിയ വലിയ മാളിലൊക്കെ പറ്റുള്ളൂ, അല്ലാതെ നമ്മളിപ്പോൾ പ്രദേശങ്ങളിൽ അത്രയും വലിയ പേര് പറ്റില്ല. ശരി, എന്താ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ നമ്മളെ കുറച്ച് ചായകളുണ്ട്, സ്പെഷ്യലായി കുറച്ച് ചായകളുണ്ട്. എന്താ പറയാ, മല്ലിക്കാപ്പി ഉണ്ട്. കേക്ക്സ് ആണ് മെയിനായിട്ട്. കേക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. കേക്ക്സ് ഞാനൊരു 3 കാറ്റഗറിയിൽ തിരിച്ചിട്ടുണ്ട് കേക്സിനെ. അതായത് ക്ലാസിക്, പ്രീമിയം, എക്സോട്ടിക് ഉണ്ട്. അപ്പൊ 3 കാറ്റഗറി 21 ടൈപ്പ് കേക്ക്സ് ഉണ്ട്, നന്നായിട്ട് പോകുന്നുണ്ട്. പിന്നെ പിസ ഉണ്ട്, ബർഗർ ഉണ്ട്. ഒരു 4 ടൈപ്പ് പിസ, കുറച്ച് ബർഗർ, കുറച്ച് സാൻഡ്വിച്ച്. ഇനി 2 സ്റ്റാർട്ട് ചെയ്യണം. ഷവർമ്മ, ചിക്കൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം. അതെ, നമ്മുടെ ഭക്ഷണ സംസ്കാരത്തിൽ നിന്ന് മാറുകയാണല്ലേ? തീർച്ചയായും. നമ്മുടെ ഹെൽത്തി കോൺസെപ്റ്റ് ഇല്ല, അറിയില്ല. ബേക്കറി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ആർട്ടിഫിഷ്യൽ ഒരു മായം എന്നുള്ള കോൺസെപ്റ്റ് ഓൾറെഡി ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് സൾഫർ ഫിനിഷ് കുറവ് ഉപയോഗിക്കുന്നത്, സുപ്പീരിയർ ഫ്ലോറ ഉപയോഗിക്കുന്നത്, ശർക്കര അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത്. അത് ആൾക്കാർക്ക് എത്തിക്കാന്നുള്ളത് ആദ്യം. ഇതുവരെ എത്തിയിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ.
മാർക്കറ്റിംഗ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരുപാട് പണിയുണ്ട്. ശരി. ഇപ്പൊ എങ്ങനെയാണ് ഇപ്പൊ പാരമ്പര്യ ഭക്ഷണം എന്ന് പറയുന്നത് അരി ആഹാരമാണ് സാധാരണ കഴിക്കുന്നത്. അതെ അതെ. പിന്നെ പഴങ്ങള്, പച്ചക്കറികള്, ഇലക്കറികള്, കിഴങ്ങ് വർഗ്ഗങ്ങള് ഇതൊക്കെ കഴിക്കും. അതെ അതെ. ഇതൊക്കെ മാറിയിട്ട് ഒരു വെസ്റ്റേൺ സ്റ്റൈലിലുള്ള ഒരു ഭക്ഷണം ആളുകൾ ആ ഒരു കൾച്ചറിലേക്ക് വളരെ വേഗം വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതെ അതെ. അപ്പോ അത് എത്രമാത്രം ആരോഗ്യത്തിന് ഗുണകരമാണ് അല്ലെങ്കിൽ ദോഷമാണ്? അല്ല, ഇത് ഇപ്പൊ 2000 മുതൽ 2015 വരെയൊക്കെ, 2015 അല്ല 2010 വരെ ചൈനീസ് ഫുഡായിരുന്നു കേരളമല്ല ഭരിച്ചുകൊണ്ടിരുന്നത് എല്ലാവരുടെയും. അപ്പൊ അതിനുശേഷം ചൈനീസ് ഫുഡ് ശരിക്കും കുറഞ്ഞു. ഇപ്പൊ ശരിക്കും അതിനുശേഷം ഇപ്പൊ ശരിക്കും എല്ലാം ഭരിക്കുന്നത് അറബിക് ഫുഡാണ്. എല്ലാവരും കുഴിമന്തി, മറ്റേ അഫർ എന്നൊക്കെ അങ്ങനത്തെ കുറെ പേരൊക്കെ ഉണ്ട്. അതാണ് ഇപ്പൊ ഭരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്കൊരു രീതിയുണ്ട്. എന്തായാലും അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. നമ്മളുടെ രീതി ഒരിക്കലും പോകാൻ പറ്റത്തില്ല. പക്ഷെ നമ്മുടെ ഉള്ളത് തന്നെ ഇപ്പൊ ഇതിൽ തന്നെ മോഡേണുമാണ്. പക്ഷെ നമ്മുടെ കൾച്ചർ വിടാതെ തന്നെ മോഡേൺ കൊണ്ടുവരിക എന്നുള്ളതാണ് എന്റെ ഒരു പ്ലാന്. പക്ഷെ അറിയാം എത്രത്തോളം പ്രാവർത്തികമാണെന്ന് അറിയില്ല. അതെ, നമ്മുടെ സാധാരണ ഇന്ത്യക്കാരുടെ തൊലിക്കെട്ട് വളരെ കൂടുതലാണ്. അതെ, കാരണം മസാലകൾ കൂടുതൽ ഉപയോഗിക്കുന്നതുകൊണ്ട് അതെ, തൊലി ഭയങ്കര കട്ടി. നമ്മള് ജപ്പാനിലോ ചൈനയിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ ആളുകളുടെ തൊലി വളരെ മൃദുവായിരിക്കും. അതെ 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 അതെ. അത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് സ്പൈസസ് കൂടുതൽ ഉപയോഗിക്കും. അതെ അതെ. കൂടുതൽ സ്പൈസസ് നമ്മൾ ഉപയോഗിക്കും. അതെ. അപ്പോ ഈ ചൈനയിലും ജപ്പാനിലൊക്കെ സ്പൈസസ് കുറവാണ്, വളരെ കുറവാണ്. കൂടുതലും സ്പൈസസ് ചില ഫുഡിൽ ഇല്ലെന്ന് തന്നെ പറയാം. അതെ അതെ. അപ്പൊ നമ്മള് ഈ സ്പൈസി ഫുഡിൽ നിന്നും മറ്റ് ഫുഡിലേക്ക് പോകുമ്പോ എങ്ങനെയാണ് ആൾക്കാർ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നത്? അതാ പറഞ്ഞത്. ഇപ്പൊ നമുക്ക് നമ്മളെ കൾച്ചറിന് ഇപ്പൊ ചെട്ടിനാട് ഫുഡ്, ഫോർ എക്സാമ്പിൾ, ചെട്ടിനാട് ഫുഡിൽ 27 മസാല ഉണ്ട്, 27 സ്പൈസസ് ഉണ്ട് അതിനകത്ത്. 27 സ്പൈസസിൽ ഒരു സ്പൈസസ് പോയാൽ അത് മാറിയപ്പോൾ അതിന് ടേസ്റ്റ് മാറും. കാരണം 27 മസാല അതിനകത്ത് വേണം, 27 സ്പൈസസ് അതിനകത്ത് വേണം. അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഫുഡ് ചെട്ടിനാട് അറിയാലോ. ഏറ്റവും കൂടുതൽ മസാല ഉപയോഗിക്കുന്ന ഒരു ഡിഷ് ചെട്ടിനാട് ഫുഡ്സാണ്. ചെട്ടിനാട് ഫുഡ്സിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ മസാല വരിക. അപ്പൊ നമ്മുടെ ഫുഡിൽ മസാലകൾ വരുന്നുണ്ട്. അല്ല, അതാ പറഞ്ഞ എനിക്ക് അറിയില്ല. ഇതിപ്പോ ഞാനിത് പരീക്ഷണ സ്ഥലത്ത് തുടങ്ങിയതാണ്. കുറച്ച് നാളെ 2021 സ്റ്റാർട്ട് ചെയ്ത് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്ത്. അതുവരെ ഞാൻ ഷെഫായിരുന്നു വർക്ക് ചെയ്തിരുന്നു. ഹോട്ടലിലും പുറത്തും എറണാകുളത്തായിരുന്നു എക്സ്പീരിയൻസ് കൂടുതൽ. പിന്നെ ഒരു ഓണായിട്ടൊരു ബ്രാൻഡിൽ കൊണ്ടുവരണം എന്നുള്ളൊരു ഇതിൽ ചെയ്തു. ഇപ്പോഴും ഞാൻ അവിടെ എത്തിയിട്ടില്ല. തുടങ്ങിയതപ്പോൾ നിൽക്കുന്നത്. അതെ. ഈ പറയുന്ന ഒരു ഷെഫായിട്ട് വിദേശത്ത് ജോലി ചെയ്തിട്ടുണ്ടോ? ഉണ്ട്, 3 വർഷം ദുബായില്. എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ്? ഇല്ല, ഷെഫ് എന്ന് പറയുമ്പോ അവിടെ ഷെഫായിട്ട് നിങ്ങൾ വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ്, നിങ്ങൾ അവിടെയാണല്ലോ ഉണ്ടായിരുന്നത് 3 വർഷം. എനിക്ക് ദുബായിലും അങ്ങനെ എനിക്ക് അവിടുത്തെ എക്സ്പീരിയൻസ് എനിക്ക് വലിയ തോന്നിയിട്ടില്ല. അവിടെ ചുമ്മാ ഒരു ചായ കുടിക്കുമ്പോൾ തോന്നിക്കുക, അല്ലാതെ അതൊരു വലിയൊരു തോന്നിയിട്ടില്ല. കാരണം എന്റെ എക്സ്പീരിയൻസ് തന്നെ എറണാകുളം തന്നെയാണ്. എറണാകുളം എല്ലാവരുടെയും. എത്ര വർഷം? ഒരു 10-16 വർഷം എറണാകുളം തന്നെയായിരുന്നു. 16 വർഷം എറണാകുളം തന്നെയായിരുന്നു. പല ഹോട്ടലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ലേമിടക്കം അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ ഗെറ്റർ ലൈഫാണ്. ഇപ്പൊ ഷെഫ് കോട്ട് ഇട്ട് ആ ക്യാപ്പ് ഇട്ട് ടൈ ഇട്ട് കിച്ചണിൽ കയറി കഴിഞ്ഞാൽ വേറെ ലോകം. ഇപ്പൊ കിച്ചൺ ഇപ്പൊ നിങ്ങൾ കാണുന്ന പോലെ, ഇപ്പൊ പരസ്യത്തിൽ കാണുന്ന പോലെ, TV കാണുന്ന പോലെ സവാള, ക്യാപ്സിക്കം, ടൊമാറ്റോ കട്ട് ചെയ്യുന്നു, ഷെഫ് കിച്ചൺ സംസാരിക്കുന്നു, ഇന്റർവ്യൂ എടുക്കുന്നു. അതൊരു പരസ്യമാണ്. പക്ഷെ അതിനകത്തൊരു പൊളിറ്റിക്സ് ഉണ്ട്. കിച്ചൺ എന്ന് പറഞ്ഞാൽ ഷെഫ് കോട്ട് ഇട്ട കുറെ പൊളിറ്റിക്സ് ഉണ്ട് അതിനകത്ത്, ഒരു ഡെർട്ടി പൊളിറ്റിക്സ് ഉണ്ട് അതിനകത്ത്. അത് ഒരിക്കലും പറയാൻ പറ്റില്ല. അതൊക്കെ ഞാനൊക്കെ എന്റെ ട്രെയിനിങ് പീരീഡിലൊക്കെ ഞാൻ കരയാത്ത ദിവസമില്ല. ലേമിഡിന്റെ ഓരോ എല്ലാ ബാത്റൂമിലും ഞാൻ കരഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അവിടെ എന്താ പറയാ, എന്റെ ഒരു വലിയ അവിടെ തന്നെ ആയിരുന്നു. അതെ അതെ. കാരണം വെച്ചാൽ അപ്പൊ അതൊക്കെ എനിക്ക് മടുത്തുന്നല്ല കേട്ടോ. ഞാനിപ്പോ ഷെഫ് ഒരിക്കലും അങ്ങനെ പറയാൻ പറഞ്ഞു ഞാനിരിക്കും. എക്സ്പീരിയൻസ് അത്രേ ഉള്ളൂ. കാരണം വെച്ചാൽ അതാണ് സത്യം. അങ്ങനെ പെരുമ്പോ എവിടെ എത്തിയിട്ടില്ല. നമ്മളിപ്പോ ഊട്ടി ആ സാഹചര്യങ്ങൾ സമ്മർദ്ദം മൂലം ഇതെത്തി. അതെ 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 അതെ. പിന്നെ അതിന്റെ കൂടെ കുറച്ച് ദുശീലങ്ങൾ ഉണ്ടാവുമല്ലോ. നമ്മള് പ്രൊഫഷൻ പോകുന്നു, അതിനോട് പാഷൻ എന്ന് പറഞ്ഞ കുറച്ച് എഴുത്ത് പോയിക്കൊണ്ടിരിക്കുന്നു. തന്നെ മാത്സിൽ എഴുതുന്നുണ്ട്. അത് വേറെ ഒരു സൈഡ് പോകുന്നു. കഥ എന്നല്ല, എന്റെ കൂടെ മണ്ടത്തരങ്ങളാണ്. അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ കഥ ആവശ്യപ്പെടുന്നില്ല, കവിത ആവശ്യപ്പെടുന്നില്ല. ചിലത് കവിതാരൂപത്തിലാകും, ചിലത് കഥാരൂപത്തിലാകും. അതെ, ചില രൂപത്തിലാകും,
നോവലൊന്നും ആയിട്ടില്ലല്ലോ. ആയിട്ടില്ല. നോവൽ ചെറിയ കഥകളല്ലേ? പൊട്ടി മുളയ്ക്കുന്നുണ്ട്. അത് വരും, ഉടനെ വരും. അതെ. അത് പേപ്പറിൽ പകർത്തിയിട്ടില്ല. ഓൾമോസ്റ്റ് ആയി. ഒരു എഴുതി വരുമ്പം എങ്ങനെ എന്തായാലും എനിക്കൊരു ഈ വർഷം മുഴുവൻ വേണം. 2025 ഡിസംബർ ആകുമ്പോഴത്തേക്കും ആ ഒരു നോവൽ ഫിനിഷ് ആണെന്ന് തോന്നുന്നു. ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അത് എന്നെ കുറിച്ച് തന്നെയാണ്. കുറെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. എല്ലാവരുടെ ജീവിതത്തിൽ ഇൻസിഡൻസുകൾ ചെറിയ, അതായത് ഇപ്പൊ ഞാൻ എനിക്ക് അങ്ങനെ പറയാൻ പറ്റൂ കേട്ടോ, ഉറപ്പാട് പറയാൻ പറ്റും. ഇപ്പൊ എനിക്ക് നിങ്ങളെ ആർമം പറ്റിച്ചേരാം. നിങ്ങൾ ഈ പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങൾ പറഞ്ഞൊരു വാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ എന്ന് പറയാറുള്ള പറഞ്ഞോട് അങ്ങനെ ഉപയോഗിക്കാതെ പറഞ്ഞിട്ട്. പക്ഷെ ഞാനത് പറയും. റീസൺ പറയാം. പാലക്കാട് അന്നലക്ഷ്മി ഹോട്ടൽ അറിയാലോ? പാലക്കാട് അന്നലക്ഷ്മി ഹോട്ടലിൽ ഒരു ദിവസം ഞങ്ങൾ പോയിരുന്നു. ഞങ്ങൾ 4 പേര് ഫുഡ് കഴിക്കാൻ പോയി. അന്ന് ആ ഹോട്ടലിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ടായിരുന്നു. വലിയൊരു ഗെറ്റ് ടുഗദർ സംതിങ്. അപ്പൊ ഞങ്ങൾ ലഞ്ച് കഴിച്ചു നേരെ വാഷ്റൂമിൽ പോയി. വാഷ്റൂമിൽ കയറിയിട്ട് ഞാൻ വാഷ്റൂം മാറി കയറി. ഫീമെയിലിന്റെ വാഷ്റൂമിൽ കയറി 60 പേര് മേലെ എഴുതി വെച്ചിട്ടുണ്ട്, പക്കയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ കയറി അകത്ത് കയറി, 2 ഡോറാണ്. നേരെ അകത്ത് കയറി കയ്യെ വന്ന് വെളി വന്ന് കണ്ണാടി നോക്കിയിട്ട് ഞാൻ എന്റെ ചന്തം കൊണ്ടോണ്ടിരിക്കുകയാവും. ഞാനും അപ്പൊ പെട്ടെന്ന് പുറത്ത് ഒരു ചേച്ചിമാരുടെ സൗണ്ട്. അതായത് എന്റെ ഒരു മിസൈൽ പോയി. ഇങ്ങനെ പോയി. ഞാൻ അതാണ് വാക്യം. ഞാൻ പലരും ഡോറ് തുറന്നപ്പോ ഒരു 10-12 ചേച്ചിമാരുന്ന് കൈകളുണ്ട്. ഞാൻ അകത്ത്. അതായത് എനിക്ക് റോൾസ് ഇല്ല. എനിക്ക് അവിടെ ഒന്നും സംസാരിക്കാനുള്ള വോയിസ് ഇല്ല, റൈറ്റ്സ് ഇല്ല. ഞാൻ ചുമ്മാ കൈവിട്ട് നിൽക്കാനേ പറ്റുള്ളൂ. അതായത് അവർക്ക് എന്തൊരു ആക്ഷൻ എടുക്കാം, എന്നെ കുത്തി പിടിച്ച് പോലീസിൽ കൊണ്ട് ഏൽപ്പിക്കാം. പക്ഷെ എന്നെ ചെയ്യില്ല അവര്. ഞാൻ സോറി വെച്ച് പറഞ്ഞു, കുഴപ്പമില്ല, അങ്ങനെ പൊക്കാൻ ഡോറ് തുറന്നു. ഒരു പക്ഷെ അതാ ഞാൻ പറഞ്ഞത്, ഒരു പക്ഷെ എന്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഉറപ്പായിട്ട് പോലീസ് കൂടിയിട്ട് സത്യം. ഇപ്പൊ ഞാൻ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഞാൻ അതിനെ കുറിച്ച് എങ്ങനെ എഴുതിയെന്ന് വെച്ചാൽ അത് വലിയ കഥ, ഒരു കഥ ചെയ്തത് അതിനെക്കുറിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞിങ്ങനെയാണ്. അതായത് ബുഗാണ്ടാട് വെച്ച് കണ്ണട വെച്ച് ഒരു ഇസ്തിരിട്ട് പോലത്തെ മോന്ത കണ്ടപ്പോ അങ്ങനെ നമുക്ക് ഈ അബദ്ധങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. അബദ്ധങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്, എല്ലാവർക്കും സംഭവിക്കും. അപ്പോ ഒരു അബദ്ധം സംഭവിച്ച് ഒരു ലേഡീസിന്റെ ടോയ്ലറ്റില് ഒരാള് പോയി എന്ന് വിചാരിക്കുക. പോയി എന്നുള്ളത് കൊണ്ട് മാത്രം സ്ത്രീകളെ കുത്തിപ്പിടിച്ച് അങ്ങനെ പോലീസിൽ ഏൽപ്പിക്കുന്ന ഒരു സംഗതി അങ്ങനെ ഒന്നും നമുക്ക് വേറായിട്ട് ഉണ്ടാകാറ് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് കാരണം വെച്ചാൽ അവർക്ക് എന്ത് ആക്ഷൻ എടുക്കാന്ന്. കാരണം എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒന്നുമില്ല അവിടെ. കാരണം എനിക്ക് പഠിച്ചിട്ടില്ലേ, സ്കൂളിൽ പോയിട്ടില്ലേ, കണ്ടില്ലേ, അങ്ങനെ ചോദിക്കാം എന്നോട്. പക്ഷെ ഒന്നും ചെയ്ത ചിരിച്ചു വരും. അപ്പൊ ഞാൻ എഴുതി എങ്ങനെയായിരുന്നു, കിളികില് വളയൊഴിഞ്ഞ നഗരരത്നങ്ങളെ നിങ്ങൾ 916 നന്ദി സ്നേഹം. ഞാൻ അങ്ങനെ എഴുതിയ 916 നന്ദി സ്നേഹം അറിയിച്ചു പോകുന്നു. ഞങ്ങൾ എഴുതിയ 916. പിന്നെ എക്സ്പീരിയൻസ് പറയാം. പിന്നെ ഒരു കാഞ്ചീരകം മാസികയിൽ ഒരു കഥ വന്നിട്ടുണ്ട്, മതിലുകൾ എന്ന് പറഞ്ഞിട്ട്. അത് എന്റെ അനുഭവം തന്നെയാണ്. ഞാൻ ഗുരുവായൂർ പോയിരുന്നു ഒരു സമയത്ത്. ഒരു കാലം ഹോട്ടൽ അമ്പലത്തില് എല്ലാ മാസവും പോയിരുന്നു. കല്യാണത്തിന് മുമ്പ്, ഒരുപാട് മുമ്പ്. ഞാൻ ആ സമയത്ത് പോയില്ല ഒറ്റയ്ക്ക്. ഇല്ലില്ല, ഞാൻ വിശ്വാസിയാണ്. അങ്ങനെയല്ല, ഈ ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് യാത്ര ഭയങ്കര ഇഷ്ടമാണ്. ഒറ്റയ്ക്ക് യാത്ര ഞാൻ എവിടെ വരണം. ഇവിടുന്ന് ഒരു ദൈവവിശ്വാസിയാണ്. അല്ല, എനിക്ക് പീസ് ദൈവവിശ്വാസിയാണ്. ആണാണ് ആ പീസ്, അത്രേ ഉള്ളൂ. അതിനുവേണ്ടി ഞാൻ ചില പോകുമ്പോൾ ഞാൻ ഉറപ്പാട് പോകും. അപ്പൊ സമാധാനം ഇല്ലാതെ ഇരിക്കുന്നത്, ഇരുന്നിരുന്നത് അങ്ങനെ. അതെ. ഇപ്പൊ ഞാനിപ്പോ അമ്പലത്തിൽ കുറച്ച് കൂടി പോകുന്നുണ്ട്. അപ്പൊ സമാധാന കുറവുണ്ട് അർത്ഥം. അമ്പലത്തിൽ കഴിഞ്ഞ മാസം കാലാവസ്ഥ പോയിട്ട് കാലാവസ്ഥ. അത് എനിക്ക് സോളോ ട്രിപ്പ് അടിക്കാൻ ഇഷ്ടമാണ്. എന്റെ കൂട്ടുകാരുണ്ട്, 4 പേരാണ് ഞങ്ങള്. 2013 മുതൽ 2012 മുതൽ 22 വരെ ഞങ്ങൾ ട്രാവൽ പോയിട്ടുണ്ട്. ഞങ്ങൾ 4 പേരാണ്. ദീപു, ആൽബിൻ, സിറിൽ, സുരേഷ്. ഞങ്ങൾ 4 പേര്. ഞങ്ങൾ 4 പേരും ബൈ റോഡ് സൗത്ത് ഇന്ത്യ കവർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ 4 പേര് ഷെഫ്മാരാണ്. ഒരാളിപ്പോ നോർവേയിലാണ്, ആൽബിൻ. ദീപു ഡൊമിനിക്കയിലാണ്, സിറി ബഹ്റിലാണ്. ഒരു ദിവസം രാവിലെ വൈകിട്ട് ചെന്ന് അപ്പോഴും ഞാൻ ബുക്ക് വായിക്കും. അപ്പൊ തന്നെ ഞാൻ അന്ന് വാങ്ങിയ ബുക്ക് മതിലുകൾ ബഷീറിന്റെ മതിലുകൾ. പക്ഷെ ആ തിരക്കാരത്തിൽ അടൂർ ഗോപാലകൃഷ്ണൻ ആക്കിയിട്ടുണ്ടായിരുന്നു.
ആരോഗ്യപക്ഷ തിരക്കഥ രൂപത്തിൽ ആ ബുക്ക് ഉണ്ടായിരുന്നു. പുള്ളിയുടെ തിരക്കഥയാണ്. അത് ഞാൻ മേടിച്ചിട്ട് അമ്പലത്തിന് കിടന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അല്ലല്ല ലോഡ്ജിൽ എടുത്തില്ല, ഞാൻ അമ്പലത്തെ തറയിൽ തന്നെ കിടന്നു. രാവിലെ എഴുന്നേറ്റ് കുളിച്ചു, നോക്കും എല്ലാം കഴിഞ്ഞു, തൊഴുത് വന്ന് പുറത്ത് വന്ന് ചായ പിടിച്ചു. പൈസ നോക്കുമ്പോൾ പേഴ്സില്ല, ബുക്ക് മാത്രം കയ്യിലുണ്ട്. പിന്നെ ഈ പോക്കറ്റിൽ 10 രൂപ ഉണ്ടാവും. പണി കിട്ടി, എന്തോ പണി കിട്ടി. ഞാൻ ആകെ വേർത്തു. എനിക്ക് കൊടുങ്ങല്ലൂർ, ഞാൻ ആ സമയത്ത് കൊടുങ്ങല്ലൂർ വർക്ക് ചെയ്യണം, കൊടുങ്ങല്ലൂര്. അപ്പൊ കൊടുങ്ങല്ലൂർ പോകണം, എങ്ങനെ പോകും, ഒരു രക്ഷയില്ല. അപ്പൊ ഞാനൊരു കടയിൽ പോയിട്ട്, ചേട്ടാ എന്റെ ബുക്കിന്റെ വില അന്ന് 60 രൂപ കണ്ട. ഞാൻ ബുക്ക് കൊടുത്തിട്ട് ഇത് 60 രൂപയാണ്, എനിക്ക് 30 രൂപയോ, ഞാൻ അടുത്ത മാസം അവന് തിരിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഞാൻ 30 രൂപ വാങ്ങി. പുള്ളി 50 രൂപ ഒന്നും ബുക്ക് വാങ്ങിയില്ല എന്റെ നിന്ന്. ഞാൻ ഈ സംഭവം നടക്കുന്നത് 2004 കേട്ടോ. 2004 ഞാൻ ഈ പറഞ്ഞ കഥ നടക്കുന്നത്. അപ്പൊ ഞാൻ പോയി, പിന്നെ അടുത്ത മാസം വന്നു. തിരിച്ചു വന്നിട്ട് ഞാൻ ആ പൈസ തിരിച്ചു കൊടുത്തിട്ട് നല്ല കമ്പനിയായി പുള്ളി. പുള്ളിയുടെ പേര് ശരവണൻ എന്നാണ്. ശരവണൻ പുള്ളി നമ്മുടെ നല്ലപ്പള്ളിക്കാരാണ്. അതിനുശേഷമാണ് എനിക്ക് അറിഞ്ഞത് പുള്ളി നല്ലപ്പള്ളിക്കാരാണ്. എന്തുകൊണ്ടായിരിക്കും പുസ്തകമൊന്നും കൊടുക്കാതെ ഒരു 50 രൂപ തന്നത്? നല്ല പുള്ളിക്കാരനായതുകൊണ്ടാണോ? എനിക്കതറിയില്ല. ഞാൻ പറഞ്ഞതാണ്, ഗുരുവായൂരപ്പന്റെ വല്ല സഹായമാണോ? അത് ഞാൻ എഴുതി വായിച്ചപ്പോ ഒരുപാട് പേര് പറഞ്ഞത് ഒരുപക്ഷെ അത് ഗുരുവായൂരപ്പൻ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞത്. ഗുരുവായൂരപ്പൻ തന്നെ ആയിരിക്കും അങ്ങനെ പറഞ്ഞു, കുറെ പേര് പറഞ്ഞു. പിന്നെ പുള്ളി കണ്ടിട്ടില്ല കേട്ടോ. സോറി, ക്യാഷ് തന്നു. എനിക്ക് ക്യാഷ് തന്നപ്പോൾ പിന്നെ കണ്ടിട്ടില്ല. ഞാൻ അടുത്ത മാസം പോയത് വേറെ പുള്ളിയായിരുന്നു. ഞാൻ ആ പൈസ തിരിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു ഇന്നാൾ പോയി കൊടുത്താൽ മതി പറഞ്ഞു. പിന്നെ കണ്ടിട്ടില്ല എന്നെ. ഫോൺ ചെയ്ത് സംസാരിക്കും. അന്ന് ഫോണൊന്നും ഇല്ലല്ലോ, ഇല്ലല്ലോ, ഫോൺ സംഭവം ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇതൊരു ഇൻസിഡന്റ്. ഞാൻ ഇതൊക്കെ ഒരു കൂട്ടിയൊരു കഥ ഞാൻ അതെല്ലാം കോർത്തിണക്കി ഒരു ബുക്ക് ആക്കിയിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യട്ടെ, തീർച്ചയായും വ്യത്യസ്തമായ അനുഭവങ്ങളല്ലേ. അപ്പൊ അതങ്ങനെ ഒരു കഥ ഒരു പുസ്തകത്തില്, ഒരു കഥയിലല്ല, അല്ലല്ല, ഒരു പുസ്തകത്തില് ഓരോ ഇൻസിഡന്റ്, ഓരോ അധ്യായങ്ങളായിട്ട് ഓരോരോ കഥാരൂപത്തില് അല്ലേ? അതെ അതെ അതെ. അല്ല, അതിന് നോവൽ എന്ന് പറയാം. നോവൽ. പിന്നെ വേറൊരു ഒരെണ്ണോട് പറയട്ടെ. എന്റെ അല്ല, എന്റെ കഥയല്ല, എന്റെ ഒരു കസിന്റെ കഥയാണ്. എന്റെ കസിനെ അവനെ ഒരു സുപ്രഭാതത്തില് ജയിലിൽ പോലീസ് പിടിച്ച് ഒരു 2 ആഴ്ച റിമാൻഡ് ഇരിക്കണമെന്ന്. പുള്ളിയാണ് തിരക്കിന്റെ ആളാണ്, എപ്പോൾ വിളിച്ചാലും ബിസി ആയിരിക്കും. അപ്പൊ പുള്ളിക്ക് ഒരുപാട് ബിസിനസ് പുള്ളിക്ക്. അപ്പൊ പുള്ളി എല്ലായിടത്തും ഒരു ദിവസം തന്നെ പുള്ളി പല സ്ഥലത്ത് ഓടിയെത്തി, അങ്ങനെയൊക്കെയാണ്. വീട്ടിൽ ഫാമിലി കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ വിളിച്ചാലും ഒന്നും എപ്പോ തിരക്കുള്ള മനുഷ്യനാണ്. അപ്പൊ പെട്ടെന്ന് ഒരു സാധനത്തിൽ പുള്ളിയുടെ മിസ്റ്റേക്ക് അല്ല, വേറെ ചെയ്തു, ആ പുള്ളിയുടെ പേര് വന്നു. അങ്ങനെ പുള്ളി ഒരു 2 ആഴ്ച റിമാൻഡിൽ കഴിഞ്ഞു. പിന്നെ പുള്ളി കാണുമ്പോ ഒരു ദിവസം കണ്ടപ്പോ പറഞ്ഞു, സുരേട്ടാ എന്നോട് പറഞ്ഞു, സുരേട്ടാ അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മളാണ് ഏറ്റവും വലുത്, നമ്മൾ തിരക്കുണ്ട്, പക്ഷെ നമ്മളില്ലെങ്കിലും ലോകത്തൊന്നും സംഭവിക്കും സുരേട്ടാ. നമ്മളില്ലെങ്കിലും ലോകത്തൊന്നും സംഭവിക്കില്ല. കാരണം ഞാനില്ലെങ്കിൽ എന്റെ കാര്യമെല്ലാം നടന്നു. എന്റെ വീട്ടിലെ വൈഫും കൊച്ചു സുഖമായിട്ടിരുന്നു. അവർക്ക് എല്ലാവരും ഒന്ന് നോക്കി, എന്താ പറയാ, അച്ഛനമ്മ നോക്കി, എന്റെ ബിസിനസ് നടന്നു, പക്കയായിട്ട് നടന്നു. ഞാൻ ഫോൺ മാത്രമേ ചെയ്തുള്ളൂ. ഞാൻ ഇതിനു മുമ്പ് ഞാൻ വിചാരിച്ചത് ഞാൻ ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്നാണ്. പക്ഷെ അങ്ങനെ പറഞ്ഞു. പക്ഷെ എനിക്കത് പെട്ടെന്ന് കൊണ്ടുപോകും. അത് നല്ല പോയിന്റ് അല്ലേ. പിന്നെ അതിനെ കുറിച്ച് തിരിച്ചറിവ് എന്റെ സംഭവം എഴുതിയാണ്. അതുമായി ബന്ധപ്പെട്ട് നാട്ടിലൊരു കഥയുണ്ട്. അതായത് ഒരു വീട്ടില് 10-20 പേരുണ്ട്. മക്കളും പേരക്കുട്ടികളും മരുമക്കളും ഒക്കെ ആയിട്ട് 10-20 അംഗങ്ങളുള്ള ഒരു വീടാണ്. അവിടുത്തെ എല്ലാ കാര്യവും നോക്കുന്നത് അവിടുത്തെ അമ്മയാണ്. അപ്പോ അമ്മ ദിവസം വിചാരിക്കും, കുട്ടികൾക്കാണെങ്കിൽ എല്ലാവരെയും ദിവസം വിളിച്ച് ഉണർത്തണം, അവരെ കുളിക്കണം, തലയിലൊക്കെ എണ്ണ തേക്കണം, സോപ്പ് കൊടുത്ത് ബാത്റൂമിലേക്ക് അയക്കണം, കുളിപ്പിക്കണം, സ്കൂളിലേക്ക് ഡ്രസ്സൊക്കെ മാറ്റി സ്കൂളിലേക്ക് അയക്കണം, അവർക്ക് ഡ്രസ്സുകളൊക്കെ അയൺ ചെയ്യണം. അങ്ങനെ വീട്ടിലെ എല്ലാ പണിയും ചോറ് വെക്കുന്ന കാര്യത്തിലോ മാർഗനിർദ്ദേശം കൊടുക്കുക, കൂടെ നിന്ന് ചെയ്യുക, എല്ലാ കാര്യവും ചെയ്യണം. അപ്പൊ ഈ അമ്മയ്ക്ക് കുറേ കാലമായിട്ടൊരു വേവലാതി. എന്താ വേവലാതി? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇനിയിപ്പോ ഇവരൊക്കെ എങ്ങനെയാണ് ഈ ഇതൊക്കെ നടത്തിക്കൊണ്ടുപോകുന്ന ഒരേ വേവലാതി. പക്ഷെ ഒരു ദിവസം മരിച്ചിട്ട് അവര് ആത്മാവിന്റെ രൂപത്തില്, കഥയാണ്, ആത്മാവിന്റെ രൂപത്തിൽ വന്ന് നോക്കുകയാണ്, നിരീക്ഷിക്കുകയാണ് ഇവിടെ എന്തൊക്കെ നടക്കുന്നു. ഈ അമ്മ സ്തബ്ധയായി. കാരണം എന്താണ്? ഒന്നും സംഭവിച്ചില്ല എന്നല്ല, നിത്യേന നടക്കുന്നത് പോലെ എല്ലാം അവരവരുടെ കാര്യങ്ങൾ നടത്തി കൃത്യമായി എല്ലാവരും സ്കൂളിൽ പോകുന്നു, കുളിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, നിത്യേന സമയമായി ഉറങ്ങുന്നു, ടി വി കാണേണ്ടവർ ടി വി കാണുന്നു, വീട്ടുപണിയാണെങ്കിൽ വീട്ടുപണി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നടക്കുന്നു. അതായത് ഒരാള് എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കാനുണ്ടെങ്കിൽ
പിന്നെ വേറെ ആൾക്കാർ ആരും അതിൽ ഇൻവോൾവ് ആകില്ല. എല്ലാവരും ഒരാളുണ്ടല്ലോ ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ മനസ്സിൽ നിൽക്കും. അതാണ് അതിന്റെ സംഭവം. അപ്പൊ നമ്മൾ ഇല്ലെങ്കിലും ഈ ലോകത്തിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതെ അത്രേ അത് എനിക്ക് എന്റെ കസിൻ പറഞ്ഞതിൽ എനിക്ക് ഒരുപാട് എനിക്ക് ശരിക്കും കൊണ്ടുപോകും. സംഭവിക്കാൻ പോകുന്നില്ല. സ്പേസ് അവിടെ കാലിയായി ഉണ്ടാവും. അതെ സ്പേസ് ഉണ്ടാവും. പക്ഷെ അത് അങ്ങനെ തന്നെ കിടക്കും. ചിലപ്പോ ഒരു വിങ്ങലായിട്ടോ ഒരു നീറ്റലായിട്ടോ ഒരു ഓർമ്മയായിട്ടോ അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഇല്ല. അപ്പൊ ആ സ്ഥാനത്തേക്കൊന്നും ഇപ്പോ സുരേഷിന്റെ സ്ഥാനത്ത് സുരേഷ് തന്നെയായിരിക്കും, ഏട്ടന്റെ സ്ഥാനത്ത് ഏട്ടൻ തന്നെയായിരിക്കും. അപ്പൊ അങ്ങനെ സുരേഷിനെ പോലെ എത്ര ആള് വന്ന് നമ്മൾ പരിചയപ്പെട്ടാലും സുരേഷിന്റെ ആ ഒരു സ്പേസ് അവിടെ തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും പറ്റില്ല, ആർക്കും പറ്റില്ല. അത് പ്രകൃതിയുടെ ഒരു നീതിയാണ്. ഇത് ഇങ്ങനെ അത് ഫില്ല് ചെയ്യും. ആരെങ്കിലും വന്ന് ഫില്ല് ചെയ്യും. ഈ പറഞ്ഞ പൂർണ്ണമായിട്ടും ഫില്ല് ചെയ്യാൻ പറ്റില്ല. എങ്കിലും മേക്കപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ഈ അടുത്ത് എഴുതിയതിൽ കുറച്ച് ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ കമന്റ് കിട്ടിയ ഒരു സ്റ്റോറി ഉണ്ട്. അത് നിലാവ് മാസിയിൽ വന്നിട്ടുണ്ട്. കാഞ്ചീരവം മാസിയിൽ വന്നിട്ടുണ്ട്. നമ്മുടെ കാഞ്ചിയോട് ജയൻ സാർ, അതായത് നമ്മുടെ ആകാശവാണിയിലെ പണ്ടുണ്ട് അനൗൺസറാണ് കാഞ്ചീരവൻ ജയൻ സാർ. പുള്ളിയാണ് കാഞ്ചീരവം മാസികയുടെ ഹെഡ്. അപ്പൊ ഏറ്റവും കൂടുതൽ കമന്റ് കിട്ടിയൊരു കഥയായിരുന്നു പ്രണയം. എന്റെ പ്രണയകഥ. ഒരുപാട് പേരെ ഒരുമിച്ച് ഒരുപാട് പേരെ ഒരുമിച്ച് പ്രേമിച്ച ഒരു കുഞ്ഞു മനസ്സിന്റെ കഥ. ഒരുപാട് ആളുകളെ പ്രണയിക്കും, പക്ഷെ ഇതൊന്നും തുറന്നു പറയാറില്ല. അതെ, ഞാനത് പറഞ്ഞു. അന്ന് പറയാൻ പറ്റില്ല. ഇന്ന് പ്രായമായല്ലോ നമുക്ക്. ഇന്ന് നമുക്ക് അതിന്റെ മെച്ചൂർഡ് ആണപ്പോ ഞാൻ പറഞ്ഞു. അതെ. പിന്നെയാണ് അപ്പോ മെച്ചൂർഡ് ആയും തോന്നി. തോന്നി, തീർച്ചയായും. മെച്ചൂർഡ് ആയതിന്റെ മറ്റേ ലക്ഷണം എന്താ? ശരിക്കും പ്രായപൂർത്തി അങ്ങനെയല്ല ഞാൻ പറഞ്ഞ. പ്രണയം നിർത്തിയിട്ടില്ല എന്നല്ല, പ്രണയം തുറന്നു പറഞ്ഞു. അതായത് ലക്ഷണം എന്താണെന്ന് മനസ്സിലായി. ഞാനിപ്പോ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നെ ട്യൂഷൻ പഠിപ്പിൽ ചേച്ചി. ഞാൻ 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു തമിഴ്നാട്ടിൽ നിന്ന് ഒരു ഡാൻസ് വന്നിരുന്നു പ്രോഗ്രാം. ഡാൻസ് പ്രോഗ്രാം വന്നിട്ടുണ്ടായിരുന്നു. ഒരാഴ്ച ഷെഡ്യൂരപ്പിന് ആൾ പോകും. എനിക്ക് അതിനെ ചേച്ചി ഭയങ്കര ഇഷ്ടമായിരുന്നു പണ്ട് കേട്ടോ. 4-ാം ക്ലാസ് പറയണം. അതൊക്കെ ഞാൻ ഓർത്തെടുത്ത് എഴുതിയപ്പം ഒരു മിനി ടീച്ചർ ഇഷ്ടമായിരുന്നു. മിനി ടീച്ചർ ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോൾ ഫസ്റ്റ് വരികയാണ്. അന്ന് ടീച്ചർ കോട്ടയംകാരിയാണ്. നല്ല ഷോ കിട്ടി വരിക. സാരിയുടെ ഷോ കിട്ടി. നമുക്ക് ഭയങ്കര പുതുമയല്ലേ. നമ്മൾ കാക്കി ട്രൗസറും മോണെ ഇട്ടിട്ട് പോകുമ്പോ അങ്ങനത്തെ വലിയ ആക്കി വരുമ്പോ ഭയങ്കര കാണുമല്ലോ. അതൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലൊരുപാട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ആശാലത ആശ ചേച്ചി ഉണ്ട് നമ്മുടെ കൊച്ചി FM ആശ. അവർക്ക് ഈ സ്റ്റോറി ഭയങ്കര ഇഷ്ടമാണ്. വായിച്ച് കുറെ കമന്റ് പറഞ്ഞായിരുന്നു. അതെ അപ്പൊ അങ്ങനെ പോകുന്നു. അതാണ് എല്ലാം. ഈ പ്രണയം, സ്നേഹം, പ്രേമം, ഇതൊക്കെ വേറെ വേറെ സാധനങ്ങളാണ്. അതെ. എന്താണ് പ്രണയം? പ്രണയം എന്താന്ന് വെച്ചാൽ ഞങ്ങൾ എങ്ങനെ ഒരു വാക്കിൽ എങ്ങനെ പറയാം. എന്താണ് പ്രണയം? ഇഷ്ടം വേറെ, പ്രേമം വേറെ, പ്രണയം വേറെ, സ്നേഹം വേറെ. ഇതെല്ലാം വേറെ. പ്രണയം പറഞ്ഞ പ്രണയം എന്റെ വർക്കിനാണെങ്കിൽ പറയണോ? എനിക്ക് പ്രണയം എന്റെ വർക്കിനോട്, എന്റെ പ്രൊഡക്റ്റിനോട് പ്രണയമാണ്. സീരിയസ്ലി പറയണം. ഞാൻ എന്റെ വർക്കിന് ഞാൻ ശരിക്കും പ്രണയിക്കുന്നു. അതെ, തീർച്ചയായും നിങ്ങൾ പറഞ്ഞ പോലെ എനിക്ക് നിങ്ങൾ പറഞ്ഞ ഓർമ്മയുണ്ട്. പണ്ട് നിങ്ങൾ പറയണം, നിങ്ങൾ നമ്മൾ സ്നേഹിക്കണം, പ്രണയിക്കാൻ പറഞ്ഞതിനോട്. അതന്നെയാണ് എനിക്കും പറയാനുള്ളത്. എന്റെ വർക്കിനോടെങ്കിൽ പ്രണയമാണ്, എന്റെ വൈഫിനോടെങ്കിൽ പ്രണയമാണ്, എന്റെ കൊച്ചിനോട്, അച്ഛനും അമ്മയോടും എല്ലാവരും പ്രണയമാണ്. അത് പ്രണയം ഉണ്ടായിരിക്കും. പിന്നെ അതോ നമ്മൾ സ്കൂളിൽ പഠിക്കും ചാബല്യാണല്ലോ. അതൊക്കെ ചാബല്യം എന്ന് പറയാം. അന്ന് സംഭവത്തിൽ ചാബല്യാണ്. ആ ചാബല്യം ഫുള്ള് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ എന്നെ നോക്കിയപ്പോ ഒരു 16 പേരുണ്ടാവും. അത് വളരെ കുറവാണ്. 16 നമ്മൾ തുറന്നു പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം 16 വളരെ കൂടുതലായിട്ട് തോന്നും. തുറന്നു പറയാത്ത ആളുകളെ സംബന്ധിച്ച് 100-500 ഒരു 10. അപ്പൊ അതൊരു കൂടുതലില്ല. അല്ല എല്ലാം എഴുതുമ്പോ എല്ലാം ഒരുമിച്ച് എല്ലാം പറയാൻ പറ്റില്ല. അതെ. പുറത്ത് പറയാൻ പറ്റാത്ത സംഭവം ഉണ്ടല്ലോ. അതെ. അതുകൊണ്ട് എല്ലാം പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതിലുള്ളതില് ഒരു ശകല സംഭവം പേപ്പർ വന്നിട്ടുണ്ട്. അത്രേ ഉള്ളൂ. MN കാരശ്ശേരി മാഷ് പിന്നെ പ്രണയത്തെ കുറിച്ചും സ്നേഹത്തെ കുറിച്ചും വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പ്രണയം എന്ന് പറയുന്നത് വേറെ ഒരാൾക്ക് വേണ്ടി ജീവിക്കുക, അതിനാണ് പ്രണയം എന്ന് പറയുക. സൂപ്പർ. മനസ്സിലായോ? സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? പരസ്പരം മനസ്സിലാക്കി അതിനനുസൃതമായിട്ട് പ്രവർത്തിക്കുക, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, അതിനാണ് സ്നേഹം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത് രണ്ടും ആയിരിക്കില്ല. നമ്മള് പ്രേമമായിരിക്കും,
പ്രേമിക്കാന്ന് പറയില്ല. പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ചിലപ്പോ ജീവിച്ചിരിക്കുന്ന ആളായിരിക്കില്ല. ജീവിച്ചിരിക്കുന്ന ആളാണെങ്കിലും മരിച്ച ആളാണെങ്കിലും അവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കുക, അവർക്ക് വേണ്ടി മരിക്കാൻ വേണമെങ്കിലും തയ്യാറായിട്ട് ഇരിക്കുക. അതിന് പ്രണയം എന്ന് പറയുന്നത് സാധാരണ പറഞ്ഞുള്ളൂ. അപ്പൊ അങ്ങനെ പ്രണയ കഥകള് കാഞ്ചി രവം, എനിക്ക് കാഞ്ചിരവത്തിൽ വരുന്നുണ്ട്, നിലാവിൽ വരുന്നുണ്ട്, ചായയിൽ എഴുതാറുണ്ടോ? വരുന്നുണ്ട്, എല്ലാ മാസവും വരുന്നുണ്ട്. എനിക്ക് ഇതിൽ ഏറ്റവും വലിയ കോംപ്ലിമെന്റ്, അതായത് എന്താ പറയാ, നമുക്ക് വാവ് എന്ന് പറയാം, നമുക്ക് ചില പറയുമ്പോ നമ്മ അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോ അത് സംഭവം അംഗീകാരമാണല്ലോ. പക്ഷെ അങ്ങനെ തോന്നിയത് രണ്ടുപേരാണ് ഒരേ പറഞ്ഞു, എടാ നിന്റെ എഴുത്ത് ബഷീറിന് പോയെന്ന് പറഞ്ഞു. അല്ല എനിക്കറിയില്ല അങ്ങനെ പറഞ്ഞത്. അത് കൊള്ളാം, മനസ്സിലാവുന്നുണ്ട് ബഷീറിന്റെ ശൈലി എന്ന് പറഞ്ഞത്. അത് പറഞ്ഞത് നമ്മുടെ അഹല്യ FM RJ അഭിരാമിയാണ്. RJ അഭിരാമി പറഞ്ഞു, അതൊരു RJ നന്ദനും പറഞ്ഞു അഹല്യ FM. അതുപോലെ നമ്മുടെ കൊല്ലം അങ്ങനെ തന്നെ ബ്രാൻഡ് ചെയ്യാം. അങ്ങനെ എനിക്ക് ആഗ്രഹം കേട്ടോ, നമ്മളൊന്നും ഒരു പ്രൊപ്പഗൻഡ കൊണ്ടുവന്ന് ചെയ്യേണ്ടി വരുമോ? എനിക്കറിയില്ല. 2025 തന്നെ ആക്കാം. 2025 ഓക്കെ. ഞാൻ പറഞ്ഞത് എനിക്കത് അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് താല്പര്യം, പ്രോത്സാഹനം. എല്ലാവരും പറയുന്നത് ഞാനൊരു ബഷീറാണ്, ആണോ? എനിക്ക് ചില സംശയങ്ങൾ അത് ഈ പ്രണയം എന്നൊക്കെ സംഭവം ആയ ശേഷമാണ് പറഞ്ഞത് എന്നോട്, ബഷീറിന്റെ ഇതുപോലെ പറഞ്ഞോട്. അപ്പൊ എനിക്കത് കുറച്ചുകൂടി ഞാനങ്ങനെ എനിക്ക് വല്ലാണ്ട് ബഷീറിന്റെ പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ടോ? വായിച്ചിട്ടുണ്ടോ? ബഷീറിന്റെ ഞാൻ വായിക്കാത്തൊന്നുമില്ല, എല്ലാ പുസ്തകവും എല്ലാം നമുക്ക് വായിച്ചിട്ടുണ്ട്. എന്റെ കയ്യിൽ എല്ലാം വായിച്ചിട്ടുണ്ട്. ബാല്യകാലസഖി എന്താ ഞാൻ 140 പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. ബാല്യകാലസഖി എത്ര തവണ വായിച്ചു വെച്ചാൽ എനിക്ക് ഓരോ ഓരോ വഴി എനിക്കറിയാം. എനിക്ക് 100 കൂടുതൽ വായിച്ചിട്ടുണ്ട്, 100 കൂടുതൽ വായിച്ചിട്ടുണ്ട് ബാല്യകാലസഖി. അതെ, ഓരോ പ്രാവശ്യം വായിക്കുമ്പോൾ ആദ്യം വായിക്കാൻ തോന്നും, പേജ് മരുന്ന് അറിയില്ല. അതാണ്. അതെ അതെ അതല്ലേ. എനിക്ക് ഒരുപാട് ഞാൻ ചെറുപ്പത്തില് ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ള CL ജോസിന്റെ നാടകം കാപ്പി. എല്ലാവരും ചായയാണല്ലോ ബേക്കറിയിൽ കൊടുക്കുക, നിങ്ങളിന്ന് മല്ലിക്കാപ്പി കൊടുക്കാൻ കാരണം ആരും വരാറുണ്ടോ, കഴിക്കാറുണ്ടോ? മല്ലിക്കാപ്പിക്ക് ഒരു ചെറിയ ഫാൻസ് ഇപ്പൊ ഇവിടെ ഉണ്ട്, തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ അതിന് മല്ലിക്കാപ്പിനകത്തേക്ക് കാരണം ഇതൊരു ചായയുടെ പ്രകൃതി സമ്മതിക്കാതാണ് മല്ലിക്കാപ്പി പ്രൊമോട്ട് ചെയ്തത് ആണ്. ഇവിടെ ഇത് ഊട്ടിയായത് കൊണ്ടും ഇവിടെ ചായക്ക് ഒരുപാട് സാധ്യത ഉള്ളതുകൊണ്ടും മല്ലികാപ്പി അങ്ങനെ എത്തിയിട്ടില്ല ആൾക്കാർക്ക്, പക്ഷെ എത്തിയിട്ടുണ്ട്. പക്ഷെ അതിനുള്ള ഫാൻസ് കുറച്ച് പേരുണ്ട് ഇപ്പോൾ. അപ്പൊ അത് അന്വേഷിച്ച് വരുന്നുണ്ട്, അവർ കൊടുക്കുന്നുണ്ട്. മില്ലറ്റ് കോഫി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അത് ചെയ്യണം. സോ വേറെ എന്തൊക്കെയാണ് പിന്നെ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, എനിക്കിത് അഹങ്കാരത്തോടെ അല്ല, സോറി കേട്ടോ, അത് ഞാൻ പറയാൻ പാടില്ല. ഇപ്പൊ മുരിങ്ങല കുക്കീസ് അഭിമാനത്തോടെ എനിക്ക് പറയാൻ പറ്റും. മുരിങ്ങല കുക്കീസ്, അതുപോലെ കറിവേപ്പില കുക്കീസ്, ഇത് രണ്ടും ഞാൻ എന്റെ റെസിപ്പി പറയാനില്ല, കുറച്ച് കാലത്ത് എക്സ്പെരിമെന്റ് ഫലം കിട്ടി, അതിന് നല്ല കമന്റ് ഉണ്ട്. 2-3 ഓർഗാനിക് ആയിട്ടുള്ള ഫാമിലേക്ക് സാധനം പോകുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇവിടെ അതിനൊന്ന് പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ട്. അതെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു, ആൾക്കാർ വരുന്നു, ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് എനിക്ക് ഇത് മല്ലിക്കാപ്പി, മുരിങ്ങല, കറിവേപ്പില, ഇത് 3നെയാണ് എനിക്ക് പ്രൊമോട്ട് ചെയ്യേണ്ടത്. അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ എല്ലാം. ഊട്ടിയിലെ കാലാവസ്ഥ ഒരു രക്ഷ. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കടുത്ത് കരിവാളിച്ചിട്ടുണ്ടോ, മൊത്തം പോയെന്നെ. വീട്ടിൽ പോയപ്പോ അമ്മ കണ്ടിട്ട് അമ്മ ഇങ്ങനെയായി, എന്ത് കൊലണ്ട്. കുടുംബത്തോടെയാണ് പോയത് അതോ ഒറ്റയ്ക്ക്? വീട്ടിൽ പോകുമ്പോ ഞാൻ തന്നെ തനിച്ച. എങ്ങനെ പോകും? ബുള്ളറ്റിൽ. രസമാണ്, പയ്യെ ചായ കുടിച്ച്. സോളോ ട്രിപ്പിംഗ് ഇവിടെ വൈഫും കൊച്ചും അവര് വീട്ടിലപ്പോ ഞാൻ ഇരിക്കുന്നത്. അവിടെ അച്ഛനമ്മ വീടാണോ? വീട്ടിലാണ്. വൈഫിന്റെ വീട് കുന്നൂരാണ്. കുന്നൂർ വരുമ്പോ ഇവിടെ 5 കിലോമീറ്റർ. അച്ഛൻ അമ്മ, 2 ചേട്ടന്മാര്, ഇവള്, കൊച്ചു, ഞാൻ അവിടെ ഉണ്ടപ്പോ. ഒരാൾക്ക് കല്യാണം കഴിഞ്ഞു, വൈഫ് ടീച്ചറാണ്, പഠിക്കുവോ? കോയമ്പത്തൂർ. തീർച്ചയായും. പിന്നെ ഇതെനിക്ക്
പച്ച പിടിക്കോ? എന്താ പറയണ്ടോ, ഇത് ഞാൻ ഇത് 100% കോൺഫിഡന്റ് ഉള്ള സ്ഥലമാണത്. കാരണം ഇപ്പൊ ഞാനിപ്പം പൊട്ടൻഷ്യലുള്ള സ്ഥലമല്ലേ? ആണ്, തീർച്ചയായും. നമ്മുടെ നല്ല സാധനങ്ങൾ ഇത് ഓൺ ദ വേ ആണോ? ഇത് ശരിക്കും കോത്തേരി റോഡാണത്. കോത്തേരിയാണ്. ഇപ്പൊ സീസൺ ആയി കഴിഞ്ഞാൽ ഇത് ശരിക്കും ട്രാഫിക് ഉണ്ടാവും. അങ്ങനത്തെ ഏരിയ ആണത്. പിന്നെ നമ്മളെ പെർഫോമൻസ് ഉണ്ടാവും. നമ്മൾ കളിക്കാൻ ഈ ബോർഡ് നമ്മുടെ നമ്മൾ ബോർഡാണ്. അതിന്റെ ബോർഡിന് പ്രത്യേകത മനസ്സിലായോ? ആ ബോർഡിന് പ്രത്യേകത ഉണ്ട്. പാകിസ്ഥാന്റെ എന്തോ ഒരു സംഭവം ഉണ്ട്. പാകിസ്ഥാന്റെ അല്ല അത് ആക്ച്വലി. അതായത് പിസ്സ ഇറ്റലിയാണ്, ഇറ്റലിയുടെ ഫ്ലാഗ്. ബർഗർ USA ആണ്, USA ഫ്ലാഗ്. ഷവർമ ടർക്കിഷ് ആണ്, ടർക്കിഷ് ഫ്ലാഗ്. ആ ഫ്ലാഗ് ടർക്കി പറയും. തുർക്കി. അങ്ങനെയാണ് അത് ക്രിയേറ്റ്. അതാണ് സംഘം. അങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത്. പക്ഷെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ മനസ്സിലാവും. പാകിസ്ഥാൻ ആരാധകനായോ? ഒരിക്കലും അങ്ങനെ അവർ സഹോദരൻ നടത്തുള്ളൂ. എനിക്ക് ഞാൻ ദുബായി പോയപ്പോ നമ്മൾ പ്രത്യേക സാഹചര്യത്തിൽ ഒരു പാകിസ്ഥാൻകാരനെ എന്നെ ഹെൽപ്പ് ചെയ്തു. അതെ, എനിക്ക് അതുകൊണ്ടാണെങ്കിൽ അവര് എല്ലായിടത്തും മനുഷ്യരെ എനിക്ക് അങ്ങനെ ഒരു തോന്നുന്നില്ല. കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്യില്ല. ഞാൻ ഫസ്റ്റ് ഡേ ജോയിൻ ചെയ്തപ്പോ അവൻ എന്നോട് ഭയങ്കരമായിട്ട് റോഡിൽ പെരുമാറിയപ്പോ ഞാൻ എന്തോട് ഇങ്ങനെ ജയിച്ചാണ്. പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ചെറിയ സംഭവം വന്നപ്പോ അവനോ എന്നെ കൂടുന്നത് ഡപ്പ എനിക്കറിയില്ല. അപ്പൊ അവന് കണ്ണടച്ച് പോവായിരുന്നു, പക്ഷെ അവനെ കൂടെ വന്നു. അപ്പൊ എനിക്ക് അതുകൊണ്ട് എനിക്ക് അങ്ങനെ എല്ലാവരും നല്ല മനുഷ്യരാണ്. എല്ലാ മനുഷ്യരുടെ ഉള്ളിലും നന്മയും തിന്മയും. തീർച്ചയായും. പിന്നെ നമ്മുടെ പെരുമാറ്റം വളരെ പ്രധാനമാണ്. വേറെ പുതിയ വാർത്തകളൊന്നുമില്ല, ഇതൊക്കെ തന്നെയാണ്. പിന്നെ നമ്മുടെ തീം കേട്ടോ, ഷോപ്പിന്റെ തീം നമ്മുടെ തീമാണ്, ഒരു മലയാളി തീമാണ്. വരച്ച് അതിനൊരു 1 വീക്ക് എടുത്ത് വരയ്ക്കാൻ. ആര് വരച്ച്? കുന്നൂരിലാണ് ഞാൻ. കുന്നൂരിലെ പുള്ളിനാണ് അത് വരച്ചു. അതിന് നല്ല കമ്പനി കിട്ടുന്നുണ്ട്. ഇതെന്താ സംഭവം? അല്ല മഹാബലി അല്ല, ചുമ്മാ ഒരു കേക്ക് ഇങ്ങനെ കൂട്ടി വിചാരിച്ചോളൂ. അങ്ങനെ പോകുന്നു. ഇനിയിപ്പോ എന്താ പരിപാടി? ഇനിയിപ്പോ പുതിയ പരിപാടികൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. ഇപ്പൊ ഇതിൽ പ്രൊമോട്ട് ചെയ്യണം. മെയിനായിട്ട് ചായ, മല്ലിക്കാപ്പിന് പ്രൊമോട്ട് ചെയ്യണം, മുരിങ്ങയില കുക്കീസ്, കറിവേപ്പില കുക്കീസ്, ഇത് രണ്ടും എല്ലാത്തിനും പ്രൊമോട്ട് ചെയ്യണം. കൂടെ എഴുത്ത് കൊണ്ടുപോകണം. എന്റെ ട്രാവലിംഗ്, എന്റെ യാത്രകള് പോകണം. എനിക്ക് ഇനി ഒരുപാട് യാത്രകളൊക്കെ ചെയ്തു. അതിന് എന്തെങ്കിലും ഉണ്ടോ? വിഷ്വൽസോ എന്തെങ്കിലും ഡോക്യുമെന്റ്സോ ഫോട്ടോസോ ഒക്കെ ഉണ്ടോ? കുറച്ച് ഫോട്ടോസ് ഉണ്ട്. ഇപ്പൊ FB-യിൽ ഒരു പേജ് ഉണ്ട്, ടീം ദാസ് ഗ്രൂപ്പ് ഓഫ് ജേണി എന്ന് പറഞ്ഞിട്ട്. ആ പേജിൽ ഞങ്ങളെ പോയ സ്ഥലത്തൊക്കെ ഞങ്ങളെ എല്ലാം, നിങ്ങൾ വയനാട് വന്ന് വരാം. ഞങ്ങൾ വയനാട് 1 വീക്ക് ഉണ്ടാവും. കുറുവ മുതൽ ഒരുപാട് സ്ഥലത്ത് ഞാൻ പോയിരുന്നു. ഇപ്പം കേട്ടോ 2015 കണ്ട 14 ആ സമയത്ത്. ഒരു പുരുഷനായി ജനിച്ചത് ഭാഗ്യമായിട്ട് തോന്നുന്നുണ്ടോ? തീർച്ചയായും. എന്തുകൊണ്ട്? ഫ്രീഡം. അല്ല, ഞാൻ പറഞ്ഞ അങ്ങനെയല്ല. ഫ്രീഡം എന്നല്ല, പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും, പെട്ടെന്ന് തീരുമാനത്തിൽ. ഫ്രീഡം ഇല്ല, ഫ്രീഡം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അല്ല, സമത്വം വേണം. സമത്വം എന്ന് പറയുന്നത് അല്ലല്ല. ഈ ഞാൻ നമുക്ക് ഫ്രീ ഉണ്ട് എന്ന് പറയുമ്പോഴും എന്താ പറയുന്നു? ഓക്കെ, പറഞ്ഞു. അതായത് ഈ സമത്വം, ഞാൻ എന്റെ കാഴ്ചപ്പാടോ, ഈ സമത്വം എന്ന് പറയുന്നത് 101% ഉണ്ട്. സമത്വം എന്ന് പറയുന്നത് സ്ത്രീ പുരുഷനും ഒന്ന് തന്നെയാണ്, തീർച്ചയായും. പക്ഷേ ഇപ്പൊ സ്ത്രീകള് ഒരു ഘോരമായിട്ട് പ്രസംഗിക്കില്ലേ, അവിടെയാണ് സമത്വം പോകുന്നത്. നമുക്ക് സമത്വം വേണം പറയുന്നിടത്താണ് അത് പോകുന്നത്. അത് ഒരിക്കലും പറയേണ്ട കാര്യമില്ല. കാരണം ഫോർ എക്സാമ്പിൾ എന്റെ വീട്ടിലെ അവസാനത്തെ തീരുമാനം അമ്മയുടെ. എന്റെ വീട്ടിലെ അവസാന തീരുമാനം അമ്മയുടെ തന്നെയാണ്. അത് അമ്മ ഇങ്ങനെ പറയും, പക്ഷെ വീട്ടിലാണ് അമ്മ, അത്രേ ഉള്ളൂ. പുറത്തമ്മ സൗണ്ട് പോകുന്നില്ല. പക്ഷെ അതുകൊണ്ട് അത് ശരിക്കും പ്രാവർത്തികമാക്കുക അച്ഛനാണ്. കാരണം അച്ഛൻ്റെ കാര്യം പറഞ്ഞാൽ അച്ഛൻ റോങ്ങായിട്ട് പറയുള്ളൂ. പെട്ടെന്ന് റോങ്ങല്ല, അച്ഛൻ ചിലപ്പോൾ പറയുന്നത് തീരുമാനം എന്ന് പറയുന്നത് അവസാന തീരുമാനം അമ്മയുടെ. ഇപ്പൊ സീരിയസ് ആയിട്ടും എനിക്ക് എന്റെ വൈഫ്, എനിക്കെല്ലാം കഴിഞ്ഞു, എനിക്ക് കൊച്ചുണ്ട്. ഇപ്പൊ അവളുടെ തീരുമാനത്തിൽ ഞാൻ ശരിക്കും മൊബൈലിൽ കൊടുക്കുന്നുണ്ട്. ഞാൻ എല്ലാത്തിനും ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പൊ അവൾ പറയും ഇത് ശരി, ഇത് തെറ്റെന്ന് പറഞ്ഞാൽ ഒക്കെ ഞാനത് ഉൾക്കൊള്ളാറുണ്ട്. തീർച്ചയായും അവിടെ തന്നെ സമത്വം. അല്ലാതെ ആ സമത്വം എന്ന് പറയുന്നത് വീട്ടിനകത്താണ്. ഈ പുറത്തിറങ്ങുമ്പോൾ സ്ത്രീകൾ പുറത്തിറങ്ങി ഇത് ചെയ്യുമ്പോഴാണ് അതിന്റെ മുറളി കൂട്ടുമ്പോഴാണ് അത് ആരോഗ്യം മാറുന്നത്. എന്റെ കാഴ്ചപ്പാടാണ്. സമത്വം, സ്വാതന്ത്ര്യം, അത്രേ ഉള്ളൂ. ആ ഫ്രീഡം, ആ തീരുമാനം എടുക്കുക. പിന്നെ ഞാൻ ആലോചിച്ചോണ്ടിരിക്കില്ല കേട്ടോ, പെട്ടെന്ന് തീരുമാനങ്ങളൊക്കെ പെട്ടപ്പെടാനാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു സ്വാർത്ഥമായിട്ടുള്ള ഒരു ചിന്തയല്ല ഒറ്റയ്ക്ക് കൂട്ടുകാരുമായിട്ട് കറങ്ങി നടക്കുക എന്നുള്ളത്. അപ്പൊ ശരിക്കും വീട്ടിലിരിക്കുന്ന വീട്ടുകാരി
വൈഫിനെയും കൂടി കൂട്ടിയിട്ട് പോകണം തോന്നാറില്ലേ? ഇല്ല, അവർക്ക് തോന്നാറില്ല എന്നല്ല, ഇപ്പൊ പറ്റില്ല. കാരണം വെച്ചപ്പോ അവനെ നോക്കണം. കുട്ടികളെ എപ്പോഴും പോയിക്കൊണ്ടിരിക്കേണ്ട കാര്യം, കുട്ടികളെ വീട്ടിൽ പോകാനും. അല്ല, പോണം അത് അല്ല ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ അതിന് വ്യക്തമായ ഒരു ഉത്തരം പറയണം. അല്ല ചോദിക്കത്തരേ ഉള്ളൂ. നിങ്ങള് 101% സമത്വം ഉണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു സമത്വം പ്രാവർത്തികമല്ല. 101 ഒരു 5% പോലും ലോകത്ത് സമത്വം പ്രാവർത്തികമായിട്ടില്ല. രണ്ടാമത് ഫ്രീഡം. നിങ്ങൾ പുരുഷനായി ജനിച്ചത് നിങ്ങൾ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. അല്ല, നിങ്ങൾക്ക് ഫ്രീഡം ഉണ്ട്, അതിനെ കുറിച്ച് ഫ്രീഡം ഉണ്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ അഭിമാനിക്കുന്നു അല്ലെ? ഓക്കെ. നിങ്ങൾക്ക് എവിടെ യാത്ര ചെയ്യാൻ തോന്നുകയാണെങ്കിലും വിവാഹത്തിന് മുമ്പ് പോകാം, കുഴപ്പമൊന്നുമില്ല. വിവാഹത്തിന് ശേഷം നിങ്ങൾ പോകുന്നു. എന്തുകൊണ്ട് എന്റെ ഒരു പാർട്ണറേയും കൂടി അതേപോലെ ഞാൻ പോകുന്ന ഒന്ന് ചോദ്യം മുമ്പിക്കട്ടെ, എന്തുകൊണ്ടാണ് തോന്നാത്തതെന്നാണ് ചോദിക്കുന്നത്. ഇത് തോന്നാത്തതെന്നല്ല, ഞങ്ങൾ പോയിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ ചില സമയപരിമിതി. ഇപ്പൊ അവർക്ക് ജോബ് ഉണ്ട്, അവർക്കൊരു ജോലി ഉണ്ട്. അപ്പൊ അവർക്ക് എനിക്കുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ജോലി വെച്ചിട്ടല്ല പോകുന്നത്. അവർക്കൊരു കോളേജിലാണ്, ടീച്ചറാണ്. അപ്പൊ ഒരെണ്ണം ലീവ് എടുക്കാൻ പറ്റില്ല. നിങ്ങൾക്കാണ് എത്ര വേണമെങ്കിൽ ലീവ് എടുക്കാം. അപ്പൊ ആർക്കാ സ്വാതന്ത്ര്യം ഉള്ളത്? വർക്ക് ചെയ്യുന്നതുകൊണ്ട് അതാണ് ഇപ്പൊ നമ്മൾ ന്യായീകരണമല്ല, അവർക്ക് ഇഷ്ടമാണ്, അത്രയും ഇഷ്ടമാണ്. ഞങ്ങൾ ഒത്തിരി പോയിട്ടുണ്ടോ. ഞങ്ങൾ വിളിക്കില്ല അല്ലേ? ഞാനുള്ള ഇഷ്ടമാണ്, വിളിക്കില്ല. ഞങ്ങൾ ഹണിമൂൺ ട്രിപ്പ് സൂപ്പർ ആയിരുന്നു. ഞങ്ങൾ ബസ്സിലാണ്, ഞങ്ങൾ മൂന്നാർ ഒരാഴ്ചയായിരുന്നു ഞങ്ങള്. നിങ്ങൾ ആകെ ജീവിതത്തില് ഒരാഴ്ച കൂടെ വിളിച്ചിട്ട് ഞാൻ പറയുന്നത് ബസ് കയറി നേരെ പൊള്ളാച്ചി പോയി. അവിടെ നിന്ന് ഉടമലപ്പെട്ട മൂന്നാർ പോയി. ഒരു ദിവസം മൂന്നാറുണ്ടായിരുന്നു, പിന്നെ അടുത്ത ദിവസം തേക്കിട്ട് പോയി. എല്ലാവർക്കും കൂട്ടുകാരുണ്ട്, കൂട്ടുകാരുണ്ട്. എറണാകുളത്തുണ്ടായിരുന്നു, അതിനായ കോട്ടയം വന്നു, ആലപ്പുഴ, എറണാകുളം, അങ്ങനെ വീട്ടിൽ വരുമായിരുന്നു. അത് വന്നിക്ക് ട്രിപ്പായിരുന്നു. അത് അടിപൊളിയായിരുന്നു. കാരണം അങ്ങനെ അതിന് മുമ്പ് പോയിട്ടുണ്ട്, സ്കൂളിൽ ടൂറൊക്കെ പോയിട്ടുണ്ട്, പനശേഷം പോയിട്ടുണ്ട്. വെളിച്ചുണ്ടോ? പറ്റുമല്ലേ? കുഴപ്പമില്ല. ചിത്തി ടൈം ഇറങ്ങി കേട്ടോ, പാക്കണ്ട. 9. ഇപ്പൊ ആ 2 പേരില്ല, അതുകൊണ്ടാണ് ഇപ്പൊ ഇവര് പോവും. ഇവര് പേര് ഞാൻ നോട്ടേക്കണം.